കെട്ടിടത്തിന്റെ ഉടമയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ആരെങ്കിലും തീയിട്ടതാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തോട് തന്നെ നമ്മൾ രാവിലെ ചോദിച്ചിരുന്നു, ഈ കെട്ടിടത്തിന് എല്ലാ ലൈസൻസും ഉള്ളതാണോ എന്ന്. അതാ നമ്മുടെ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ലൈസൻസും ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കെട്ടിടത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങളിൽ നമ്മളൊരു വ്യക്തത ചോദിച്ചപ്പോഴാണ് ഈ കെട്ടിടത്തിന് ഫയർ NOC ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഫയർ സ്റ്റേഷൻ ഓഫീസറാണ്. അദ്ദേഹം തന്നെയാണ് ഈ കെട്ടിടത്തിന് ഫയർ NOC ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപകടകരമായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ വസ്തുത ഫയർ NOC തന്നെയാണ്. ആ ഫയർ NOC ഇല്ലാതെ ഇങ്ങനെ ഒരു കെട്ടിടം പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നമുക്കും അറിയില്ല. ഏതായാലും അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കും, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും എന്നുള്ളതും ഫയർ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ അപകടം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. തീ പൂർണ്ണമായും കെടുത്തിയിരിക്കുന്നു. അതിനിടയിൽ 2-3 തവണ പെയ്ത മഴ ആ പുക പടലം വ്യാപിക്കുന്നതിന് ചെറിയ രീതിയിൽ കുറച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആ തീ നിയന്ത്രിച്ച ശേഷം ആ തീ പിടിച്ച സ്ഥലങ്ങളിലേക്ക് വെള്ളം അടിച്ചുകൊണ്ട് അവിടെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.